ട്വിസ്റ്റില്ല. ഇത് വെറും ഫാമിലി ഡ്രാമയാണ്, സൈക്കോളജിക്കൽ ഡ്രാമയാണ് എന്ന് റൈറ്റർ ഡയറക്ടർ ജിത്തു ജോസഫ് ആവർത്തിച്ച് പറയുമ്പോഴും സിനിമ കാണുന്നവർ ഫസ്റ്റ് ഹാഫിലും ഞെട്ടും, സെക്കൻഡ് ഹാഫിലും ഞെട്ടും, ക്ലൈമാക്സിൽ കിടുക്കനായിട്ട് ഞെട്ടും. ഓരോ തവണ ദൃശ്യം 2 ഇറങ്ങുമ്പോഴും 3 ഇറങ്ങുമ്പോഴും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെക്കാളും ടെൻഷൻ മലയാളികൾക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി ഈ കഥാപാത്രങ്ങൾ വെച്ച് എന്ത് ചെയ്യും ഈ സംവിധായകൻ? പക്ഷേ ഇനിയും വേണമെങ്കിൽ 2-3 പാർട്ട് ഇറക്കാനുള്ള വകുപ്പ് കയ്യിലുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ദൃശ്യം 3 ഇറക്കി വിട്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ ഈ സിനിമ ഇറക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഷോ കൗണ്ടുകൾ. ഞാൻ ഇതിൻ്റെ അവസാനം ദുബായിലൊരു മൾട്ടിപ്ലക്സിൻ്റെ ഷോ കൗണ്ടിൻ്റെ ഒരു പിക്ചർ ഞാൻ എടുത്തത് കാണിച്ചു തരാം. ഓരോ 15 മിനിറ്റിലും കാലത്ത് 6:30 മുതൽ വൈകുന്നേരവും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പുലർച്ചെ 2 മണി വരെ ഓരോ 15 മിനിറ്റിലും ഓരോ ഷോ എന്ന രീതിയിലാണ് മൾട്ടിപ്ലക്സുകളിൽ ഈ സിനിമ കളിക്കുന്നത്. അത് ദുബായിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഏകദേശം സമാനമായ ഷോ കൗണ്ടുകൾ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളക്ഷനെ കുറിച്ച് ബോക്സ് ഓഫീസ് പ്രൊഡിക്ഷൻ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 100, 150, 200 ഒന്നും ഇതിന് ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്ന ഒരു ഫിഗർ തന്നെയാണ്. പിന്നെ മോഹൻലാൽ ദൃശ്യം 1-നേക്കാളും 2-നേക്കാളും ഒക്കെ മോഹൻലാലിനെ കുറച്ചുകൂടി അഭിനയ പ്രാധാന്യം ഉള്ള വേഷമാണ് ദൃശ്യം 3-ൽ കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് മുതൽ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു 1 മാൻ ഷോ, സിംഗിൾ ഹാൻഡഡ്ലി മോഹൻലാൽ കൊണ്ടുപോവുകയാണ് ഈ പടത്തിനെ. ഇതിൻ്റെ ഇടയിൽ ചിലരെങ്കിലും പറയുന്നത് കേട്ടു റിവ്യൂവിലൊക്കെ ഫസ്റ്റ് ഹാഫിൽ സ്ലോ പേസ് തോന്നി എന്നൊക്കെ. പക്ഷേ എല്ലാ സ്ലോ പേസിൻ്റെയും കാരണം സെക്കൻഡ് ഹാഫിൽ വ്യക്തമായി വരുന്നുണ്ട്. എന്തുകൊണ്ട് സ്ലോ ആക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നടന്ന കാര്യങ്ങളുടെ ഒക്കെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ത്രില്ലിങ്ങും അല്ലെങ്കിൽ ഞെട്ടലും ട്വിസ്റ്റുകളും മാത്രമല്ല, മോഹൻലാലിൻ്റെ കിടുക്കൻ പെർഫോമൻസും കാണാൻ സാധിക്കും. അതിൽ ഞാൻ പേഴ്സണലി വളരെ ഹാപ്പിയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ പറയണമെന്നുണ്ട്. അത് ഈ സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനതിൻ്റെ ഒരു 10-15 മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടുന്നതായിരിക്കും. സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാണാം. ഇത് ആദ്യ ഭാഗത്തിനേക്കാൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിനേക്കാൾ എന്തായാലും മികച്ചു നിൽക്കുന്ന ഒരു റൈറ്റിംഗ് ആണ്. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ധൈര്യമായിട്ട് കാണുക. ഓണം പോലെയാണ് ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മലയാളികൾ ആഘോഷിക്കുന്നത്.